ഹായ് ഗായ്സ്, ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന അധിക ഫോണും ഇ സിമ്മായിട്ടാണ് വരുന്നത്. അപ്പോൾ പലർക്കും ഫിസിക്കൽ സിം എങ്ങനെ ഇ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ചെങ്ങൈൻ്റെ വീഡിയോ കണ്ടു. അയാളുടെ സിം പ്രൊവൈഡർ എയർടെലാണ്. ബട്ട് എയർടെലിൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ ആളില്ല, ലാഗായി വേറെ ഓഫീസിലോട്ട് പോയി വീഡിയോ കണ്ടു. അപ്പം ഇതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല നിലവിൽ. നമ്മളെ സിം ഏതാണോ ആ സിമ്മിൻ്റെ ആപ്പിൽ കയറാം. അപ്പം എയർടെലിനാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, എയർടെലിൻ്റെ ആപ്പിൽ കയറി കഴിഞ്ഞിട്ട് മേലെ പോയിട്ട് സെർച്ച് ബാറിൽ ഇ സിം എന്ന് സെർച്ച് ചെയ്യാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങളുടെ ഇ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഏതാണോ അത് കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ മൊബൈലിൽ ഇ സിം സപ്പോർട്ടായി നിൽക്കുന്ന മൊബൈലിൻ്റെ EID നമ്പർ ഉണ്ടാവും. ഈ EID നമ്പറും കൊടുത്തിട്ട് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞ് 2 മിനിറ്റിൽ നിങ്ങൾക്ക് എയർടെലിൻ്റെ പ്രൊവൈഡറിൽ നിന്ന് ഒരു കോൾ വരും. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കോളായിരിക്കും. അത് നേരെ അറ്റൻഡ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുക. പിന്നീട് 2 മുതൽ 3 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ സിം ആക്ടിവേറ്റ് ആവും. നിങ്ങളെ ഇ സിമ്മുള്ള ഫോണിൽ പോയിട്ട് നെറ്റ്വർക്കിൽ പോയിട്ട് ജസ്റ്റ് അവിടെ പോയിട്ട് ഇ സിമ്മിൻ്റെ സെർച്ചിങ് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സിം ഏതാണോ അത് കണക്റ്റ് ആയി കിട്ടും. ആകെ നിങ്ങൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ UPI അതുപോലെ വാട്സപ്പ്, ടെലഗ്രാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടാവും എന്ന് വിചാരിക്കുക നിങ്ങൾ. അതിന് 24 ഹവേഴ്സ് നിങ്ങൾക്ക് ഡിലേ വരും. കാരണം SMS കാര്യങ്ങൾ 24 ഹവേഴ്സിന് നിങ്ങൾക്ക് SMS കാര്യങ്ങളൊന്നും അവൈലബിൾ ആവില്ല. ഇത്രയേ ഉള്ളൂ എയർടെലിൽ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നിലവിൽ പറഞ്ഞ പ്രൊസീജിയർ എയർടെലിനാണ്. ഇതുപോലെ സിമ്പിളാണ് ജിയോൻ്റെതും. ബട്ട് VIൻ്റെ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.